ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി എന്താണ്, SSP. ഇതിലെ വ്യക്തികളുടെ സോഷ്യൽ സിസ്റ്റത്തിലുള്ള സ്ഥാനവും അവരുടെ റോൾസും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുമാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എങ്ങനെയാണ്, അതുപോലെ അവരുടെ റോൾ എന്താണ്, അതിന്റെ ബേസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്നൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് അവർ പഠിക്കാൻ നോക്കുന്നത്. പിന്നെ ഇനി ഇതിലൊരു മറ്റൊരു അപ്രോച്ച് ഉള്ളത് ഒരു ഗ്രൂപ്പിന്റെ പെരുമാറ്റവും വ്യക്തികളുടെ ഗ്രൂപ്പിനുള്ളിലെ റോൾസും ഒരുമിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിന്റെ പെരുമാറ്റം, പിന്നെ അത് ഒരു ഗ്രൂപ്പിനുള്ളിലാകുമ്പോൾ ആ ഗ്രൂപ്പിനുള്ളിൽ ആ വ്യക്തിയുടെ റോളും കൂടെ അതും കൂടെ പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി പേഴ്സൺ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോഴുള്ള പേഴ്സണൽ ആയിട്ടുള്ള അയാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയേഴ്സ് ആണ് പഠിക്കുന്നത്. ഇതിലെ വ്യക്തികളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിന്റെ സാമൂഹിക ബന്ധങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള ബന്ധങ്ങളുടെ എല്ലാം സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ ആ ഒരു വ്യക്തിയുടെ വ്യക്തിയുള്ള കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻസ്, അതുപോലെ സാംസ്കാരികമായിട്ട് അയാൾ നടക്കുന്ന സോഷ്യൽ വർക്ക്സ്, അതൊക്കെ എങ്ങനെയാണ് എന്ന് ഇവിടെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇന്റർ ഡിസിപ്ലിനറി വേഴ്സസ് ഇൻട്രാ ഡിസിപ്ലിനറി അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈക്കോളജിയിൽ തന്നെയുള്ള ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്കറിയാം സൈക്കോളജിയിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൽ തന്നെയുള്ള മറ്റുള്ള ഡിസിപ്ലിൻസുമായിട്ട് നമ്മുടെ സോഷ്യൽ സൈക്കോളജിക്കുള്ള ബന്ധം എന്താണെന്നാണ് നോക്കുന്നത്. പിന്നെ വരുന്നത് ഇൻട്രാ ഡിസിപ്ലിനറി, മറ്റുള്ള മറ്റുള്ള സോഷ്യോളജി. നമുക്കറിയാം സൈക്കോളജി വേറെയാണ്, സോഷ്യോളജി വേറെയാണ്. അപ്പോൾ സോഷ്യോളജി, ആന്ത്രോപോളജി പോലെയുള്ള മറ്റുള്ള ഭാഗങ്ങൾ, മറ്റുള്ള ഡിസിപ്ലിൻസ്, പഠന മേഖലകളുമായിട്ട് നമ്മുടെ സോഷ്യൽ സൈക്കോളജിക്കുള്ള ബന്ധം ആണ് ഇൻട്രാ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതില് ഇൻഡിസിപ്ലിനറി അപ്രോച്ചസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇതില് വിവിധ ശാസ്ത്ര ശാഖകളിൽ നിന്നുള്ള ഡിസിപ്ലിൻസ്, എങ്ങനെയുള്ള ഡിസിപ്ലിൻസ് എന്ന് വെച്ചാൽ ലൈക്ക് സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി ആൻഡ് ലിംഗ്വിസ്റ്റിക്, ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻസ് മെയിനായിട്ടും എന്താണ് നോക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് വിവിധ മേഖലയിലെ കണ്ടന്റ്സും തിയറീസുമാണ്. അത് സ്പെഷ്യലി നമ്മൾ നോക്കുന്നത് സോഷ്യോളജിയിലെ കണ്ടന്റ്സ് ആണ്. ഇനി ഇൻട്രാ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ സൈക്കോളജിന്ന് പുറമേ ഉള്ളത് സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി, അതുപോലെ ലിംഗ്വിസ്റ്റിക് എന്നുമായിട്ടുള്ള ഫീൽഡുകളാണ്. അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ തന്നെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഇൻട്രാ ഡിസിപ്ലിനറി, നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവാണ്. ഇൻട്രാ ഡിസിപ്ലിനറി ആണ് സൈക്കോളജിയുടെ ഒരു ശാഖയായിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്നത്. ഓക്കെ, അപ്പോ സൈക്കോളജിയുടെ ഒരു ശാഖയാണ് സോഷ്യൽ സൈക്കോളജി. സൈക്കോളജിയുടെ ഒരു ഭാഗമായിട്ടാണ് സോഷ്യൽ സൈക്കോളജി ഉള്ളത്. ഇപ്പോൾ വ്യക്തികളുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ സോഷ്യൽ സൈക്കോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിരീക്ഷിക്കുകയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിക്കൽ ഫിനോമിനകൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വഴി എന്താന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ വഴിയാണ്. സോഷ്യൽ സൈക്കോളജിക്കൽ ഫിനോമിനാസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് വഴിയാണ്, വ്യക്തിഗത ഗുണങ്ങൾ വഴി. പിന്നെ വരുന്നത് സ്പെസിഫിക് സിറ്റുവേഷൻസ് ആണ്, പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കി. പിന്നെ സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷൻസ് ആണ്. ഇതിലെ സാമൂഹികമായിട്ടുള്ള സ്ഥാനങ്ങൾ വഴി
അതുപോലെ ഐഡിയോളജിക്കൽ ആൻഡ് ബിലീഫ് സിസ്റ്റം. അപ്പോൾ ഐഡിയോളജിക്കൽ ആൻഡ് ബിലീഫ് സിസ്റ്റം ആണ് ഇവിടെ പറയുന്നത്. അതെന്ന് പറയുന്നത് ആശയങ്ങളുടെയും ഒരു വിശ്വാസ സംവിധാനങ്ങളുടെയൊക്കെ സിസ്റ്റങ്ങൾ വഴിയും, എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീസെന്റ് ഡെവലപ്മെന്റ്സ് ആണ്. ഈ റീസെന്റ് ഡെവലപ്മെന്റ്സിൽ എന്താന്ന് വെച്ചാല് ഈ അടുത്ത് നടന്ന ഡെവലപ്മെന്റ്സ് ആണ് ഈ റീസെന്റ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് അപ്രോച്ചസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ ഈ രണ്ട് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറിയും അതുപോലെ ഇൻട്രാ ഡിസിപ്ലിനറും. ഈ രണ്ട് അപ്രോച്ചസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഫീൽഡ് ഇന്റലക്ച്വൽ വൈറ്റലിറ്റി ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഫീൽഡ് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ സൈക്കോളജി ഫലപ്രദമായി പഠിക്കാൻ പല ശാസ്ത്രശാഖകളിലെയും അറിവ് നമുക്ക് ആവശ്യമാണ്. സോഷ്യൽ സൈക്കോളജി നമുക്ക് സോഷ്യോളജി മാത്രം വെച്ച് പഠിക്കാൻ പറ്റൂല, അതുപോലെ സൈക്കോളജി മാത്രം വെച്ചും പഠിക്കാൻ പറ്റൂല. അപ്പൊ ഇത് നമുക്ക് ഫലപ്രദമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പല ശാസ്ത്രശാഖകളുടെ കോൺട്രിബ്യൂഷൻസ് ആവശ്യമാണ്, അതിലുള്ള അറിവുകൾ നമുക്ക് ആവശ്യമാണ്. ഇനി സോഷ്യൽ സൈക്കോളജി കൂടുതൽ ഏകീകരിക്കപ്പെടുമോ അതല്ലെങ്കിൽ കൂടുതൽ വിഭജിക്കുമോ എന്നതിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സൈക്കോളജി ഇനി കൂടുതൽ വലിയ നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇത് ഒരുപാട് വിഭജിച്ച് പല സബ് ഫീൽഡുകളായി മാറും, സബ് ഡിസിപ്ലിൻസ് ആയി മാറുമോ എന്നൊക്കെ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൽ ഒരുപാട് പഠനങ്ങൾ വരാനുണ്ട് എന്നാണ് ഇതിനർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ റിലേഷൻഷിപ്പ് ടു അതർ ഡിസിപ്ലിൻസ്, എങ്ങനെയാണ് ഇത് മറ്റുള്ള ഡിസിപ്ലിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യോളജിയും എങ്ങനെയാണ് തമ്മിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ എന്താണ് സോഷ്യോളജി ആണ് നമ്മൾ നോക്കുന്നത്. സോഷ്യോളജിയും സോഷ്യൽ സൈക്കോളജിയും. അതിൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രം. ഓക്കെ, അപ്പോൾ സമൂഹവും സാമൂഹിക സംവിധാനങ്ങളുടെ ഘടനയും കുറിച്ച് സാമൂഹിക സംവിധാനങ്ങളും അതിന്റെ ഘടനയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ഫീൽഡാണ് സോഷ്യോളജി എന്ന് പറയുന്നത്, സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സാമൂഹികമായ സാഹചര്യങ്ങൾ വ്യക്തികളെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ബിഹേവ് ചെയ്യുന്നതെന്നാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. സോഷ്യൽ സൈക്കോളജി പറഞ്ഞാൽ സമൂഹം എങ്ങനെ പറയുന്നു, പക്ഷെ സോഷ്യോളജി പറയുന്നത് സമൂഹം എങ്ങനെ ഇതാക്കുന്നു, ഒരു കൂട്ടം എങ്ങനെ ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. എങ്കിൽ സോഷ്യൽ സൈക്കോളജി ആ കൂട്ടത്തിലെ ഓരോ വ്യക്തിയും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇത് സോഷ്യോളജിയുമായിട്ടൊരു നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓവർലാപ്പ് റിലേഷനാണ് ഇത് തമ്മിലുള്ളത്. നല്ല ഓവർലാപ്പ് ചെയ്തിട്ടാണുള്ളത് സോഷ്യോളജിയിൽ നിന്ന് ഡിഫറെന്റ് ആണെങ്കിൽ കൂടെ സോഷ്യോളജിയിലുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യൽ സൈക്കോളജിയും അതുപോലെ ആന്ത്രോപോളജിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത് നമ്മൾ മനുഷ്യരെയും അവരുടെ പെരുമാറ്റങ്ങളെയും അതുപോലെ കൾച്ചറും ഒക്കെയാണ്. ഒരു കൾച്ചർ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താ പറയുക, സാംസ്കാരികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നാണ് ആന്ത്രോപോളജിയിൽ നോക്കുന്നത്. അപ്പോൾ ആന്ത്രോപോളജി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഴയ കാലത്ത് ഹിസ്റ്ററി വരെ പോയിട്ട് പഴയ പല കണ്ടുപിടുത്തങ്ങളിൽ എന്തൊക്കെയാണ് ഓരോ നാട്ടിലും ഓരോരുത്തരുടെയും സ്വഭാവം എന്താണെന്നൊക്കെയാണ് ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയെ കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാ വ്യക്തികളുടെ പെരുമാറ്റം മനസ്സിലാക്കാനും അതുപോലെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഉള്ളടക്കങ്ങളാണ് അന്വേഷിക്കുന്നവർ സെർച്ച് ചെയ്യുന്നത്. അതാണ്.
അപ്പോൾ ആന്ത്രോപോളജി കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാത്തിൻ്റെയും കൾച്ചറൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ പുരാതനമായിട്ടുള്ള ആളുകളെ ചരിത്രത്തിലുള്ള ആളുകളുടെ ഒരു ആ, എന്താണ് ഹിസ്റ്ററി അവരുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സംസ്കാരത്തെ കുറിച്ചാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. പിന്നെ സോഷ്യൽ സൈക്കോളജി സോഷ്യോ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിൽ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഭാഷയും സമൂഹവും തമ്മിലുള്ള റിലേഷനാണ്. റിലേഷൻ അല്ലെ ഈ ഭാഷയും ഈ ഒരു സമൂഹവും തമ്മിൽ എന്ത് കണക്ഷൻ ആണുള്ളത്. ഓരോ വ്യക്തികൾക്കും ഓരോ ഭാഷയുണ്ട്. ഭാഷ അടിസ്ഥാനത്തിലാണ് ശരിക്കും നമ്മുടെ ഓരോ നാടുകൾ ഉണ്ടായിട്ടുള്ളത്. നാടുകൾ, നമ്മുടെ സംസ്ഥാനങ്ങള്, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങൾ ഭാഷ അടിസ്ഥാനത്തിലും, നമ്മുടെ കേരളത്തിൽ തന്നെ പലവരും പല രീതിയിലാണ് സംസാരം. അപ്പൊ ഒരു സമൂഹത്തിന്റെ ഭാഷയെ കുറിച്ച് അവരുടെ ഭാഷാ രീതിയും പഠനവും ഇതിനെ കുറിച്ചുള്ള പഠനം നടക്കുന്നതാണ് ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിയിൽ നിന്ന് പിന്നെ സോഷ്യോളജിയിൽ നിന്നും അതുപോലെ ആന്ത്രോപോളജിയിൽ നിന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ലാംഗ്വേജിന്റെ ബിഹേവിയേഴ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇതൊക്കെ ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജി പഠിക്കണം. സൈക്കോളജിയിൽ നിന്ന് കിട്ടണം, അതുപോലെ സോഷ്യോളജിയിൽ നിന്ന് കിട്ടണം, ആന്ത്രോപോളജിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടണം. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പഠനം വരുന്നത്. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സോഷ്യോളജിയിൽ നിന്നുള്ള തിയറീസ് എടുക്കാറുണ്ട്. അപ്പോൾ സോഷ്യോളജിയും സോഷ്യോ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ കണക്ഷൻ ഇതൊക്കെയാണ്. സോഷ്യൽ സൈക്കോളജിയിൽ നിന്നുള്ള തിയറീസ് ഒക്കെ എടുത്തിട്ടാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു സമൂഹത്തിന്റെ ഭാഷ പഠിക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജി ഒരു വ്യക്തിയുടെ ഭാഷ എന്നല്ല, അത് അടിസ്ഥാനമാക്കിയിട്ടുള്ള ബിഹേവിയർ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെയാ നോക്കിയത് എന്നുള്ള ഒരു ഓവറോൾ വ്യൂ നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സോഷ്യൽ സൈക്കോളജി എന്താണെന്നാ പറഞ്ഞിരുന്നത്. അത് ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികള് മറ്റുള്ള ആളുകളുമായിട്ട് ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായിട്ടോ സംസ്കാരങ്ങളുമായിട്ടോ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ചൊരു ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ വ്യക്തികളുടെ ആക്ഷൻസ്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നോക്കുന്നത്. പിന്നെ ബേസിക് കോഗ്നിറ്റീവ് പ്രോസസ്സ് ആണ് നോക്കുന്നത്. മെമ്മറി, റീസണിങ്, ബിലീഫ്, ജഡ്ജ്മെന്റ് പോലെയുള്ള ബേസിക് കോഗ്നിറ്റീവ് പ്രോസസ്സും കൂടെ ഇതിൽ നോക്കും. പിന്നെ ഇക്കോളജിക്കൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നോംസ്, ഗ്രൂപ്പ് മെമ്പർഷിപ്സ് ഒക്കെയാണ് നോക്കുന്നത്. പിന്നെ ബയോളജിക്കൽ ആസ്പെക്ട്സ്, ജനറ്റിക്കൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിനായിട്ടുള്ള ബയോളജിക്കൽ ആസ്പെക്ട്സും ഇതിൽ നോക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത് സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞു. പിന്നെ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ചരിത്രപരമായിട്ടുള്ള വികാസങ്ങൾ എന്തൊക്കെയാണ്. ഫിലോസഫിയിൽ നിന്നാണ് നമ്മൾ സൈക്കോളജി ആരംഭിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് അതൊരു പ്രത്യേക വിഭാഗമായിട്ട് വിപുലീകരിച്ചു വന്നു നമ്മൾ പറഞ്ഞു. പിന്നെ തുടക്കത്തിലുള്ള തിയറീസ് ആണ് പീപ്പിൾ സൈക്കോളജി, മാസ് സൈക്കോളജി, തിയറി ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ്, ഇവയൊക്കെയാണ് ഫസ്റ്റ് ഉള്ള തിയറീസ്. പിന്നെ കേർട്ട്ലിവിന്റെ എക്സ്പെരിമെന്റൽ വർക്ക് സോഷ്യൽ സൈക്കോളജിയെ ഒരു ശാസ്ത്രമായിട്ട് വളർത്തി. പിന്നെ ഇപ്പോൾ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്സും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും ആണ് ഈ ഫീൽഡിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. പിന്നെ ഇതൊരു യുണീക്ക് അപ്രോച്ചാണ്. ഓവറോൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു യുണീക്ക് അപ്രോച്ചായിട്ട് നമുക്ക് കാണാം. എങ്ങനെ വെച്ചാൽ സോഷ്യൽ സൈക്കോളജി മറ്റുള്ള സോഷ്യൽ സയൻസുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് സമൂഹത്തിലെ വ്യക്തികളെ മനസ്സിലാക്കുകയും പിന്നെ വലിയ തോതിൽ സാമൂഹിക പ്രശ്നങ്ങളെയും ഒറ്റപ്പെട്ട വ്യക്തി ലക്ഷണങ്ങളെയും കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത് മറ്റുള്ള സോഷ്യൽ സയൻസുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് 2 ക്ലാസ്സൊക്കെ വെക്കേണ്ടി വന്നത്. അത്യാവശ്യം നല്ല വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പരമാവധി ഞാൻ ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടോ? ഹലോ, ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.